നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ, ഇത് ഞാൻ തന്നെയാണ്, പഴയ ഞാൻ തന്നെയാണ്. ജസ്റ്റ് ഈ ഒരു ഫ്രിഞ്ചസ് ഒക്കെ വെട്ടിയിടുന്നുള്ള ഒരു ആഗ്രഹം തോന്നി ചെയ്താണ്. കുറേ നാളായിട്ട് ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഫ്രിഞ്ചസ് വെട്ടിയിടണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ, കണ്ടു പേടിക്കണ്ട. അതുപോലെ തന്നെ ഞാനൊരു പുതിയൊരു സ്റ്റൈലായിട്ടാണല്ലേ വന്ന് നിൽക്കണം. അപ്പം നിങ്ങൾക്കും ഒരു പുതിയതായിട്ടൊരു സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, നിങ്ങളുടെ ആ ഒരു നാടൻ ലുക്കിൽ നിന്ന് ഒരു മോഡേൺ ലുക്കൊക്കെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു റീലും ഷോർട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ പഴയ കുറച്ച് പിക്ചേഴ്സും എൻ്റെ പുതിയ കുറച്ച് പിക്ചേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെ ചേഞ്ച് ആയതെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാണ്. അപ്പോൾ ജസ്റ്റ് ഇന്നൊരു കാഷ്വൽ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഒരു കോഫി അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഗ്രാബ് ചെയ്യുക, ജസ്റ്റ് ഇരിക്കുക, എൻജോയ് ചെയ്യുക. മേ ബി ഇത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കട്ടെ ഇത്. അപ്പോൾ ഒട്ടും ഡിലേ വരുത്താൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ ഡ്രിൽ എന്താ? അതെ ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ID എന്തായാലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ഗേൾസും തന്നെ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾക്ക് മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഒത്തിരി പേരായിരിക്കും അല്ലേ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് നിങ്ങളുടെ കുറ്റം കൊണ്ടൊന്നും അല്ല കേട്ടോ, നിങ്ങളുടെ സാഹചര്യം കൊണ്ടാകാം, സമൂഹത്തിലെ പല ആളുകൾ കാരണമായിരിക്കാം, അതുപോലെ റിലേറ്റീവ്സ് കാരണമായിരിക്കാം. അങ്ങനെ ഒത്തിരി നിങ്ങൾ പേടി കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നാടനായിട്ട് തന്നെ തുടരാനായിട്ട് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 6 വർഷം മുന്നേ ഒരു പെൺകുട്ടി, മേറാജല്ലോ ഞാൻ തന്നെയാണ്, ഒരു പെൺകുട്ടി ഇതുപോലെ സ്തംഭിച്ച് നിന്ന ഒരു സമയമുണ്ട്. എങ്ങനെ ചേഞ്ച് ചെയ്യണം, എന്നെ എങ്ങനെ മാറ്റണം, അതുപോലെ എല്ലാവരും കുറേ പേര് മോഡേണായിട്ട് നടക്കാൻ നേരത്ത് ആഗ്രഹത്തോടെ നോക്കി നിന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ എൻ്റെ ലൈഫിലേക്ക് കുറേയേറെ മോഡേൺ ആയിട്ടുള്ള സ്റ്റൈൽസ് അഡോപ്റ്റ് ചെയ്ത സമയത്ത് ഒത്തിരി ആളുകൾ ഇതുപോലെ എനിക്ക് ബാഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടെന്നുള്ള. ഒന്നാമത് ഞാൻ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കും ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതാളാണ് പുറത്തേക്ക് പോകണം, എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെയധികം നന്നായിട്ട് തന്നെ ഗ്രാമപ്രദേശമാണെങ്കിൽ അറിയാനായിട്ട് പറ്റുമല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന ആളുടെ മോളാണ് ഇങ്ങനെ നടക്കണമെന്നുള്ള ഒരു പൊതുവായിട്ടൊരു സംസാരം നാട്ടുപ്രദേശത്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ബാഡ് ഫീഡ്ബാക്കുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവൻ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, കോളേജിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ആ ടൈമിൽ വന്നാണ് ടോപ്പ് ബൺ എന്നുള്ള സ്റ്റൈല്. അങ്ങനെ ടോപ്പ് ബണ്ണൊക്കെ ചെയ്തിട്ട് ബസ് സ്റ്റോപ്പിലേക്കൊക്കെ നടക്കാൻ നേരത്ത് ഇവൻ നമ്മളുടെ സൈഡിലൊക്കെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ അമ്മേനോടൊക്കെ വന്ന് പറയണേ കേട്ടിട്ടുണ്ട്, എന്ത് കോലം കെട്ടിയാണ് മോള് പോണത് കോളേജിലേക്ക്, ജസ്റ്റ് വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണ് ആ കൊച്ച് പോണത്, കുളിക്കാറില്ല. ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഫീഡ്ബാക്ക് എനിക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിചാരിച്ചിരുന്നാൽ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമിൽ വേണ്ടതെന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് മാറണം, നിങ്ങളെ മാറ്റണം, അങ്ങനത്തെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. എനിക്കറിയാം ഈ ഒരു സ്റ്റേജ് ഭയങ്കര ടഫാണെന്നുള്ളത്, എന്നിട്ടൊന്നും നമ്മൾ വിചാരിച്ചുകൊണ്ട് തന്നെ കാര്യമില്ല. നിങ്ങൾ തന്നെ മാറാനായിട്ട് ശ്രമിക്കുക, കോൺഫിഡൻസ് കൊണ്ടുവരിക, നിങ്ങളെ തന്നെ. നമുക്ക് അന്ന് തന്നെ റിബൽ മോഡിലും ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ കാണിക്കാം എന്നുള്ളതും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾക്ക് അമ്മ ആയിക്കോട്ടെ പറയാൻ നേരം നമുക്ക് അമ്മേനോട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് വിഷമാകും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന ഒരാളായിരിക്കും നമ്മളെ പറയുന്നത്, അപ്പം ആ ഒരു വ്യക്തിക്ക് വിഷമാവും എന്നുള്ളത് കൊണ്ടിട്ട് നമുക്ക് അവരെ റിബൽ ചെയ്യാനും പറ്റില്ല. അപ്പം നല്ല സോഫ്റ്റ് മോഡിൽ പോവുക, നമ്മളെ തന്നെ കുറേശ്ശെ ആയിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അവിടെയുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, 6 വർഷം മുന്നെയാണ് എനിക്കൊരു ചേഞ്ച് വരുത്തണം എന്ന് ആഗ്രഹിച്ചത്. 6 വർഷം കഴിഞ്ഞിട്ടുള്ള ഞാനാണിത്. ആ ഒരു 6 വർഷം കൊണ്ടാണ് എനിക്ക് ഇത്രയേറെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഗ്രാജുവലി നിങ്ങളെ തന്നെ മാറ്റാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പരീക്ഷിക്കേണ്ട ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നില്ലേ, ഹെയർ സ്റ്റൈൽ മാറ്റുക അല്ലെങ്കിൽ ഹെയർ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു 10th വരെയൊക്കെ പിന്നി കെട്ടി, അതുപോലെ 2 വശമൊക്കെ കെട്ടി മാച്ചിങ് സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഈ പിക്ചർ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് ഞാൻ നടന്നിരുന്നത്. ഇവൻ ഇങ്ങനെ നാരൊക്കെ എടുത്ത് കെട്ടി അങ്ങനത്തെ ഒരു നാട്ടിൻപുറത്തെ സ്റ്റൈലിലാണ് ഞാൻ നടന്നിരുന്നത്. പിന്നിയൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട് ആ ഒരു സമയം എന്നുള്ളത്. എനിക്ക് മാറ്റം വന്നു തുടങ്ങിയത് ഞാൻ +2 കയറിയ പിന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ അവരുടെ കുറേയേറെ സ്റ്റൈൽസ് എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നീ ട്രൈ ചെയ്ത് നോക്കുന്നും പറഞ്ഞ് ചെയ്ത് നോക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ട്രൈ ചെയ്യാൻ റെഡിയായി എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ഞാനെടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ട് ഇത്തിരി, അതുവരെ ഞാൻ പിന്നിക്കെട്ടിക്കൊണ്ടിരുന്ന ഞാൻ പോണിറ്റെയിൽ ഹെയർ സ്റ്റൈൽ ആക്കി എന്നുള്ള ഒരു വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുന്നുള്ളതാണ്. അതായത് നല്ല അപ്ഡു ആയിട്ട് പോണിറ്റെയിൽ കെട്ടാൻ തുടങ്ങി, ബാക്ക് കോമ്പിങ് ചെയ്തെന്നുള്ള. അപ്പോൾ നിങ്ങൾക്ക് ചേരുന്ന ഹെയർ സ്റ്റൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. എങ്ങനത്തെ രീതിയിലാണോ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മുടെ ഫേഷ്യൽ ഷേപ്പൊക്കെ നോക്കി
നമ്മൾ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുക. അതുപോലെ ഇവൻ നിങ്ങളിപ്പം ഒത്തിരിയേറെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലും ഹെയർ കട്ടൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതും നടന്നില്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒരു കോളേജ് ടൈമിലായപ്പോഴത്തേക്കും എന്ത് ഹെയർ കട്ട് ചെയ്യണമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ആ സലൂണിൽ പോയിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ മുഖത്തിന് ചേർന്ന ഒരു ഹെയർ കട്ട് നിങ്ങൾ ചെയ്തതാണെന്ന് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ട് അവരെനിക്ക് ഫ്രണ്ട് ലെയറൊക്കെ എടുത്ത് ചെയ്യാണ് ഉണ്ടായത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക. ഒരു നല്ലൊരു സലൂണിൽ പോയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ ഹെയർ കട്ട് ചെയ്യും. പിന്നെ ഹെയർ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസ് ഷേപ്പ് ഏതാണ്? ഇപ്പം നിങ്ങളുടെ ഓവൽ ഷേപ്പ് ആണെങ്കിൽ ഓവൽ ഷേപ്പിന് പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് നമ്മൾ അടിച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ ഹെയർ സ്റ്റൈൽസ് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ട്രൈ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് ചെറുതായിട്ട് മേക്കപ്പിലേക്ക് കടക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും നന്നായിട്ട് ക്ലിയർലി ഞാൻ ഓർക്കുന്നുണ്ട്, ആ ഒരു +2 ടൈം കഴിഞ്ഞിട്ട് ഞാൻ കോളേജ് ടൈമിലേക്ക് കയറിയ സമയത്താണ് ഞാൻ ലിപ്സ്റ്റിക് ആദ്യമായിട്ട് ഇടുന്നത്. ഇതൊക്കെ എപ്പോഴാണ് തോന്നണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഫോണൊക്കെ ഒന്ന് എടുത്ത് പെരുമാറാൻ കിട്ടുന്ന സമയമൊക്കെയാണ് ഈ ഒരു +2 കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുന്നത്. എനിക്ക് ഇവൻ ഫോൺ കിട്ടുന്നതും കോളേജ് ടൈമിലേക്കൊക്കെ കയറിയ ടൈമിലാട്ടോ. ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്നു എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂട്യൂബിലൊക്കെ ഓരോന്നൊക്കെ സെർച്ച് ചെയ്യാൻ നേരത്തൊക്കെ ആണെങ്കിലും ആളുകളൊക്കെ നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല വെൽ ഗ്രൂംഡ് ആയിട്ടൊക്കെ ഇരിക്കണമ്പോഴത്തേക്കും കൊതി തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. കുറേയേറെ വട്ടോ കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ജസ്റ്റ് ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് പരീക്ഷിക്കാം, മേക്കപ്പിലേക്കൊക്കെ ഒന്ന് കടക്കാം എന്നൊക്കെ തോന്നിയിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ലിപ്സ്റ്റിക്ക് ഞാൻ വെയർ ചെയ്തെന്നുള്ളത് കോളേജ് ടൈമിലായപ്പോഴത്തേക്കും. അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് തന്നെ ഒരു വല്ലാത്ത മാറ്റം വരും. മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നല്ല വ്യത്യാസം നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇടുന്ന വഴി ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു ത്രൂ ഔട്ട് ഞാൻ ഒരു കോളേജ് ടൈമിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോളേജിൻ്റെ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചെയ്തൊരു കാര്യമാണ് ഹെയർ കളർ ചെയ്യുക എന്നുള്ളത്. എനിക്കത് എവിടെ നിന്ന് ഗട്ട്സ് കിട്ടിയെന്ന് അറിയില്ല. എന്നാലും ഞാൻ പോയിട്ട് ക്യാരമൽ ഷെയ്ഡ്, ആ ഒരു മുടിയുടെ അടുത്ത് നിൽക്കുന്ന ഷെയ്ഡൊക്കെ ഞാൻ ട്രൈ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യണം, എന്നാൽ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയുമോ, റിലേറ്റീവ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ന്യൂഡ് ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളത്. ന്യൂഡ് ലിപ്സ്റ്റിക് നമ്മുടെ ചുണ്ടിനോട് അടുത്ത് നിൽക്കുന്ന കളറാണ്, നിങ്ങൾക്ക് അറിയില്ല ന്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റൈൽസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. മേക്കപ്പ് ലുക്സ് ട്രൈ ചെയ്യാന്നൊക്കെ ഉള്ളത്. ഇവൻ ഇപ്പോൾ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് ട്രൈ ചെയ്യണേക്കാളും നിങ്ങൾക്ക് ജസ്റ്റ് BB ക്രീമോ CC ക്രീമോ ഒക്കെ ഇട്ട് അങ്ങനത്തെ അൽക്കോലത്തെ പണിയൊക്കെ ചെയ്യാം. ജസ്റ്റ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കൂടെ ലിപ്സ്റ്റിക്കും കൂടി ഇടുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്നുള്ളത്. ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്ത് തുടങ്ങിയത് ജസ്റ്റ് +2 കഴിഞ്ഞ് കോളേജിൽ കയറിയ ടൈമിലാണ് ഞാൻ ആ ഒരു ഐബ്രോസ് ഫില്ല് ചെയ്ത് തുടങ്ങിയത്. അന്ന് ഞാൻ ബ്ലാക്ക് വെച്ചാണ് ഫില്ല് ചെയ്തത്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണ് ബ്ലാക്ക് വെച്ച് ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രൗൺ വെച്ച് മാത്രം നിങ്ങൾ ഐബ്രോസ് ഫില്ല് ചെയ്യുക. ജസ്റ്റ് നമ്മുടെ ആ ഒരു കറക്റ്റ് നമ്മുടെ സ്കിൻ ആ ഒരു ലാഷിനോട് ചേരാൻ നേരത്തെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തറിയില്ല. പക്ഷെ ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ പുഴുകം വരച്ച് വെച്ച ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, ബ്രൗൺ ഷെയ്ഡ്സ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ്. പിന്നെ മസ്കാരാസ്, കണ്ണെഴുതിയില്ലെങ്കിൽ കൂടി കാജൽ എഴുതിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മസ്കാര ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജ് ടൈമിലൊക്കെ ഇല്ലേ നിറയെ കാജലൊക്കെ എഴുതി ഒരുമാതിരി ഭൂതത്തിനെ പോലെ പോയിക്കൊണ്ടിരുന്നത്. ഇവൻ ഐലൈനർ ആണെങ്കിലും ടോപ്പ് ലിഡിലും ഡൗൺ ലിഡിലും ഒക്കെ ഞാൻ എഴുതി ഒരുമാതിരി ഭയങ്കര കട്ടിക്കാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു പിക്ചർ കാണിക്കാട്ടോ, വല്ലാത്തൊരു കോലാണ് ആ ഫോട്ടോ, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇതുപോലെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പകരം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ജസ്റ്റ് മസ്കാര ഇടുക എന്നുള്ളതാണ് കേട്ടോ. മസ്കാര ഇട്ട് കഴിഞ്ഞ് ആ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് കണ്ണൊന്ന് തുറക്കും, അതുപോലെ തന്നെ ചുണ്ടൊന്ന് തിളങ്ങും. പിന്നെ ജസ്റ്റ് ഈ ഒരു ഐബ്രോസും കൂടി ഫില്ല് ചെയ്യാൻ നേരത്തെ ഏകദേശം നമ്മളൊരു ബിഗിനർക്ക് വേണ്ട ഒരു ലുക്കായി എന്നുള്ള. ഇപ്പൊ ഹെയർ സ്റ്റൈലായി, അതുപോലെ തന്നെ മേക്കപ്പ് ആയല്ലേ. ഇനി നമ്മൾ എന്തിലേക്കാണ് കിടക്കണ്ടേ? അതെ, നമ്മൾ കിടക്കാൻ പോകുന്നത് ക്ലോത്തിങ്ങിലേക്കാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി പേർക്കും ഡൗട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ക്ലോത്തിങ് എന്നുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാർഡ്രോബ് മാസ്റ്റർ ഹൗസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ പീസ് നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് നോക്കുക. കാര്യം വേറെ ഒന്നുമല്ല, ഒത്തിരി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ഒത്തിരി ടൈപ്പ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡ്രസ്സസ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾ ന്യൂട്രൽസ് ബേസിക്സിൽ നിന്നൊക്കെ സ്റ്റൈൽ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എളുപ്പമുള്ള ബേജ് കളർ, ബ്ലാക്ക് ഷെയ്ഡ്, അതുപോലെ വൈറ്റ് ഷെയ്ഡ്, ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സിനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അത് മാത്രമല്ല, മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സാധാരണ ഒരു ഷോപ്പിൽ പോയി നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സാധാരണ ടെക്സ്റ്റൈൽസിൽ പോയി നിങ്ങൾ മേടിക്കുന്നതിനേക്കാളും നിങ്ങൾ മാക്സ്, ട്രെൻഡ്സ് അങ്ങനത്തെ അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ തന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഫിറ്റ് കിട്ടുന്ന ഷോപ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ പോയി മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ. സാധാരണ ഷോപ്പിൽ നിങ്ങൾ മേടിക്കരുത് എന്നുള്ള ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല. നിങ്ങളിങ്ങനെ ചേഞ്ചസ് വരുത്താനായിട്ട്
മോഡേൺ ലുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വെൽ ഫിറ്റഡ് ഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ബ്രാൻഡ് കുറച്ച് ചൂസ് ചെയ്യണം, നല്ലതായിരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴാണോ ബ്രാൻഡഡ് ക്ലോത്ത്സ് എൻ്റെ ആ ഒരു ഇതിലേക്ക് മാറ്റി എൻ്റെ ഇതിലേക്ക് ഞാൻ വാർഡ്രോബിലേക്ക് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് അന്ന് മുതലാണ് എനിക്ക് ചേഞ്ച് ഉണ്ടാവാൻ തുടങ്ങിയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ മാക്സിന്നാണ് ആദ്യമായിട്ടൊരു ബ്രാൻഡഡ് ക്ലോത്ത് മേടിച്ചത്. വലിയ ഒരു പർച്ചേസിനായിട്ട് ഞാൻ ലിവൈസിന്നാണ് കേട്ടോ, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് തന്നെ മേടിച്ച് 120 രൂപയുടെ 130 രൂപയുടെ ഒരു ടീഷർട്ട് ആണെന്നുള്ളതാണ് കേട്ടോ മാക്സിന്ന്. അന്നത്തെ ആ ഒരു ജീൻസിൻ്റെ കൂടെ ആ ടീഷർട്ട് ഇട്ടപ്പോൾ കിട്ടിയ സന്തോഷം ഉണ്ടല്ലോ, കാരണം ആ ഒരു ഫിറ്റിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നോക്ക്, പരീക്ഷ നോക്ക്, വളരെയധികം വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കുറഞ്ഞ റേറ്റിനുള്ള ബ്രാൻഡ്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇപ്പം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതില്ലേ, വാച്ചിങ് എവരി വൺ സ്റ്റൈൽ എന്നുള്ളതാണ്. പിന്നെ ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, ഞാൻ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഇന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത്. കാരണം ഇത് ഞാൻ എൻ്റെ ആലോചനയിൽ നിന്ന് എഴുതിയെടുത്തതാണ്. കാരണം ഞാൻ എങ്ങനെയായിരുന്നോ അതാണ് ഞാൻ മാറ്റി എടുത്തത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എഴുതി വെച്ചേക്കാണ്. പിന്നെ ഞാൻ ചെയ്ത കാര്യം, മെയിനായിട്ട് മാറ്റം വരുത്താനായിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നില്ലേ, എല്ലാവരുടെയും സ്റ്റൈൽസ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവൻ നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി പേരുടെ സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഞാൻ ആ സമയത്ത് ചേച്ചിമാരെയൊക്കെ നോക്കുമായിരുന്നു. നമ്മൾ മോഡേൺ ആയിട്ട് നടക്കുന്ന ആൾക്കാർ ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു. വായി നോക്കിയാന്ന് പറയരുത്, നിങ്ങളോട് പോയി വായി നോക്കാനല്ല ഞാൻ പറയണേ. പക്ഷേ അവരിട്ടിരിക്കുന്ന സ്റ്റൈൽസ് നിങ്ങൾക്ക് നോക്കാം, അതുപോലെ അവർ അഡോപ്റ്റ് ചെയ്തേക്കുന്ന ആ ഒരു അക്സറീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. അത് നിങ്ങളുടെ ഡ്രസ്സിങ്ങിലേക്കും നിങ്ങൾക്ക് വരുത്താനായിട്ട് പറ്റും. ഒത്തിരിയേറെ യൂസ്ഫുൾ ആകും എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഒരാളുടെ സ്റ്റൈൽ നോക്കാൻ നേരത്തെ ഓക്കെ ഇത് ഇന്നതിൻ്റെ കൂടെ ഇന്നതൊക്കെ പോകും എന്നുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ, ഒരു 8th 9th ഒക്കെ പഠിക്കാൻ നേരം സീനിയർ ചേച്ചിമാർ അത്യാവശ്യം കളറൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ നടക്കണവർ ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ നോക്കിയിട്ടുണ്ട്. എനിക്കും അങ്ങനെയൊന്നും പറ്റണില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്കും എന്തെങ്കിലുമൊക്കെ പറ്റുമായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരിപ്പോൾ നമ്മുടെ സീനിയേഴ്സ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ തന്നെ അവരുടെയൊക്കെ ഓരോരോ സ്റ്റൈൽസ് ഒക്കെ നോക്കി വാച്ച് ചെയ്ത് അതുപോലെയൊക്കെ നടക്കാനൊക്കെ ആയിട്ട് ഞാനും ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നമുക്കും ഒരു മാറ്റം വരണ ഒരു സ്റ്റേജ് ആണല്ലോ ഇത്. അപ്പം നമ്മൾ അതുപോലെ അവരെയൊക്കെ പോലെ അനുകരിക്കാനൊക്കെ ഒത്തിരി നോക്കിയിട്ടുണ്ട്, ഞാനും നോക്കിയിട്ടുണ്ട്. ഇപ്പം കൂടി ഞാൻ അത്യാവശ്യം നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് കൂടി പോവുകയാണെങ്കിൽ ഞാൻ നോക്കാറുണ്ട്, അവരുടെ സ്റ്റൈൽസ് എന്താ നോക്കാറുണ്ട്, അവർ ഉപയോഗിച്ചിരിക്കുന്ന ബാഗ് നോക്കാറുണ്ട്, ആക്സറീസ് നോക്കാറുണ്ട്. ഒരിക്കലും നമ്മൾ ഒരാളുടെ സ്റ്റൈൽ വാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു തെറ്റാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങളും അവരുടെ സ്റ്റൈൽസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്കും ചിലപ്പോൾ ചിലതൊക്കെ ചേരാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാം ചേരും എന്നല്ല പറയണം, എന്നാലും എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക, ട്രയൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും അങ്ങനെ ഒത്തിരിയേറെ സ്റ്റൈൽ നിങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആവും. നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ഇല്ലേ ഓരോ സ്റ്റേജിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ. എൻ്റെ ആ ഒരു സ്റ്റേജിലും എന്നെ ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്തേക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, +2 പഠിക്കാൻ നേരത്താണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് അത്യാവശ്യം ഫാഷനെ പറ്റി സെൻസ് ഉള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, നീ ഇങ്ങനെ ചെയ്ത് നോക്ക്, നീ പോണി ടെയിൽ ചെയ്ത് നോക്ക്, അതുപോലെ നിന്റെ ഹെയർ സ്റ്റൈൽ മാറ്റി നോക്ക്. അങ്ങനെ ഒത്തിരി എൻ്റെ ഫ്രണ്ട്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ സ്റ്റൈലിലേക്ക് കുറേയേറെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ അഡ്വൈസ് കേൾക്കുക. ഇവനിങ്ങനെ ഫാഷനൊക്കെ അത്യാവശ്യം ബോധമുള്ള ആൾക്കാർ, നിങ്ങൾക്ക് അവരുടെ സ്റ്റൈൽസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സ്റ്റൈൽസ് നിങ്ങൾക്ക് പരീക്ഷിക്കാം, അവരോട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി ഡ്രസ്സ് ചൂസ് തരാനായിട്ട് പറയാം. അങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ്. പിന്നെ ഇവനിപ്പോൾ ഫ്രണ്ട്സ് അല്ലാണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും തന്നെ ഇങ്ങനത്തെ ഫാഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും അങ്ങനത്തെ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഫ്രണ്ട്സ് പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് സ്യൂട്ട് ആവും, കാരണം അവർ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നവരാണല്ലേ. നിങ്ങൾക്ക് അപ്പോൾ എന്തൊക്കെ ചേഞ്ച് പറ്റും നല്ലതായിരിക്കും എന്നൊക്കെ മിക്ക ഫ്രണ്ട്സിനും അറിയാൻ പറ്റും. എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ബാക്ക് ഹെയർ സ്റ്റൈൽ ബാക്ക് കോംബ് ചെയ്യണം നല്ലതായിരിക്കും എന്നുള്ളത്. എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്, നീ ബാക്ക് കോംബ് ചെയ്ത് നോക്ക്, ജസ്റ്റ് പോണി ടെയിൽ കെട്ടി നോക്ക്, അപ്പം ജസ്റ്റ് ഫ്രിഞ്ചസ് വെട്ടിയിട്ട് നോക്ക്. അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ എനിക്ക് ഒത്തിരിയേറെ മാറ്റം എൻ്റെ സ്റ്റൈൽസിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഫ്രണ്ട്സിൻ്റെ അഡ്വൈസ് തേടാവുന്നതാണ്, അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ, ട്രയൽ ആൻഡ് എറർ എന്നുള്ള കാര്യമാണ്. എനിക്ക് ഇപ്പം കൂടി ഞാൻ മണ്ടത്തരങ്ങൾ ഒപ്പിക്കാറുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഇത്രയും ഞാൻ സ്റ്റൈൽ ചെയ്ത് നോക്കിയിട്ടും ഒത്തിരിയേറെ ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നോക്കിയിട്ടും ഒക്കെ എനിക്ക് ഇപ്പോഴും മണ്ടത്തരം പറ്റാറുണ്ട്. എല്ലാവർക്കും പറ്റാറുണ്ട്. ഓരോ ഔട്ട്ഫിറ്റ്സിൻ്റെ കളേഴ്സ് ആയിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാച്ച് അല്ലാണ്ടാവാറുണ്ട്. നിങ്ങൾക്കും ഇത് പറ്റാം. ഈവൻ ഇപ്പം നമ്മൾ ഈ ട്രാൻസ്ഫോം ചെയ്യുന്ന ടൈമിലാണെങ്കിൽ തന്നെ നിങ്ങൾ ഒത്തിരിയേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് മാച്ച് ചെയ്യാനൊക്കെ നോക്കുന്ന ടൈം ഉണ്ടാകും. ആ സമയത്താണെങ്കിൽ കൂടി തെറ്റു പറ്റാം, കുറേ പേര് ബാഡ് ഫീഡ്ബാക്ക് പറയാം. അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടോ പുറത്തേക്ക് ഇറങ്ങി നടക്കാവുന്നതാണ് കേട്ടോ. ഞാനും അങ്ങനെ മണ്ടത്തരമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്ത് മാത്രമേ നമ്മൾ മോശമാവട്ടുള്ളൂ. ആരെങ്കിലും ഹാർഷായിട്ട് പറയുകയാണ് അങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ മനസ്സിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ല രീതിയിൽ ആരെങ്കിലും ഇത് അതിനോട് ചേരണില്ലല്ലോ, ഇത് നല്ലതായിരിക്കും ഇതിൻ്റെ കൂടെ ഇട്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ റീസ്റ്റൈലൊക്കെ ചെയ്ത് വീണ്ടും നിങ്ങളുടെ സ്റ്റൈൽസ് കൂടുതൽ മെച്ചപ്പെടുത്താവുന്നതാണ്. തെറ്റുകൾ സംഭവിച്ചോട്ടെ, അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിച്ച്
നല്ല രീതിയിൽ സ്റ്റൈലിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ ഞാൻ ഇനി അനുഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് ടൈം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ബാഡ് ഫീഡ്ബാക്ക് കിട്ടിയേക്കണം എൻ്റെ നൈബേഴ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്നെ കാണുന്ന അറിയാവുന്ന ആളുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ബാഡ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് കിട്ടിയേക്കുന്നത്, മോശമായിട്ട് പറഞ്ഞേക്കുന്നത്, വേറെ രീതിയിൽ നടക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒത്തിരിയേറെ ബാഡ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് മോഡേൺ ആയിട്ട് തുടങ്ങിയ സമയത്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ ആരെയും ഒരു മൈൻഡും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. പിന്നെ അന്നും എനിക്ക് നിങ്ങളെ പോലെ തന്നെ കോൺഫിഡൻസിനെക്കാളും കൂടുതൽ എനിക്ക് എൻ്റെ ഉള്ളിലൊരു റിബൽ മൈൻഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആരും എന്തും പറഞ്ഞോട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് സ്റ്റിൽ നൗ എനിക്കുണ്ട്. ആരെങ്കിലും എൻ്റെ സ്റ്റൈലിനെ പറ്റി പറഞ്ഞാലോ, അല്ലെങ്കിൽ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ നടന്നിട്ട് എന്തിനാണ്, ഇങ്ങനെ മോഡേൺ ആയിട്ട് നടന്നിട്ട് എന്തിനാണ്, ഇവനിപ്പം ജസ്റ്റ് ഒരു സ്ട്രാപ്പുള്ള ടോപ്പ് ഇട്ടാൽ കൂടി ഇതൊക്കെ എന്ത് വൃത്തികേടാണെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം എൻ്റെ സ്റ്റൈൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എൻ്റെ കോൺഫിഡൻസ് എന്നെ കുറേയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടിയാണ് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത്, എനിക്ക് സന്തോഷം കിട്ടിയാൽ പിന്നെ എന്താണെന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ആ ഒരു സ്റ്റേജിലായിരിക്കില്ല നിങ്ങൾ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ചുവട് വെക്കുന്നോറും, നിങ്ങൾ ഓരോ സ്റ്റൈലിങ്ങിന് ഒരു ചുവട് വെക്കുന്നോറും നിങ്ങൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യാൻ നോക്കുക. ഡ്രസ്സിങ്ങിലാണെങ്കിൽ തന്നെ നിങ്ങൾ ജീൻസ്, ഞാൻ പ്രത്യേകം പറയുകയാണ്, ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലില്ലേ, ഞാൻ ജീൻസ് ആദ്യം ഇട്ടിട്ട സമയത്ത് എല്ലാവരും ആ സമയത്ത് ജീൻസ് വരുന്നേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവരും ജീൻസ് കൊണ്ടുവരുന്ന ടൈമാണ്. ആ ടൈമിലാണ് ഞാനും ജീൻസ് പരീക്ഷിക്കുന്നത്. ആ സമയത്ത് ഞാനും വീട്ടിൽ പറഞ്ഞു, അമ്മ എനിക്കും ജീൻസ് മേടിച്ച് തരുമോ, എനിക്കും ആഗ്രഹമുണ്ട് ജീൻസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് എന്നോട് അമ്മ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്, അയ്യോ ജീൻസ് ഒന്നും വേണ്ട, അതൊന്നും ഇട്ട് നടക്കാനൊന്നും പറ്റുന്നില്ല, ഇനി അതൊക്കെ ഇട്ടിട്ട് വേണം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന് എനിക്ക് ചേട്ടനാട്ടോ എനിക്ക് ജീൻസ് മേടിച്ച് തന്നത്. ജീൻസ് മേടിച്ചിട്ട് എനിക്ക് അമ്മ പറഞ്ഞു, എന്തായാലും മേടിച്ചു, ഒരു കുർത്തയുടെ കൂടെ നീട്ടോ, അല്ലെങ്കിൽ ഒരു ചുരിദാറിൻ്റെ അടിയിൽ നീട്ടോ. ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട അമ്മ കാര്യം പറഞ്ഞത്. പിന്നെ ഞാൻ അന്ന് കുർത്തയുടെ കൂടെ സ്റ്റൈൽ ചെയ്താണെന്നത് ജീൻസ് എന്നുള്ള കാര്യം. എന്നിട്ട് ജീൻസ് ആ ഒരു കുർത്തയുടെ ഇറക്കം ഞാനില്ല, പിന്നെ കുറച്ച് തുടങ്ങി എന്നുള്ളതാണ്. ട്യൂണിക്കാക്കി, ടോപ്പാക്കി, അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്തത്. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം എനിക്കും എൻ്റെ വീട്ടിൽ സമ്മതവും തന്നിട്ടില്ല, ഓക്കെ നീ ടോപ്പ് ഇട്ടോ, നീ അതുപോലെ കുഞ്ഞു ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇട്ടുന്നതാണോ, അങ്ങനെ ഒന്നും ഇതുവരെ എനിക്ക് വീട്ടിൽ സമ്മതം തന്നിട്ടില്ല. ഞാനായിട്ടാണെങ്കിൽ ഇങ്ങനെ ഓരോ സ്റ്റൈലൊക്കെ ഇട്ട് എൻ്റെ അമ്മയ്ക്ക് അത് ഇവഞ്ച്വലി ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് ഞാനും ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവനിപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരാളോട് ഞാൻ പറയുന്നത്, പെട്ടെന്ന് നിങ്ങൾ പോയി ഒന്ന് മോഡേൺ ആവാനല്ല ഞാൻ പറയുന്നത്. പെട്ടെന്ന് ഇപ്പം നിങ്ങൾ ഒരു ട്രഡീഷണൽ ആയിട്ട് കുർത്തിയിട്ട് നടക്കുന്ന ആളാണ്, നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ക്രോപ്പ് ടോപ്പ് ഇട്ട് നടന്നേ ഇവക്ക് ഇതെന്ത് പറ്റി, ഇങ്ങനത്തെ ചിന്തയായിരിക്കും എല്ലാവർക്കും വരുന്നത്. പകരം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കുർത്തയുടെ കൂടെ നിങ്ങൾക്ക് ചിക്കൻ കറി കുർത്തയുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജീൻസ് പരീക്ഷിക്കാം. അതുപോലെ തന്നെ ഷർട്ടും സ്കേർട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ, പലാസോന്റെ കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് കുർത്ത പരീക്ഷിക്കാം, പലാസോന്റെ കൂടെ ടോപ്പ് നിങ്ങൾക്ക് പരീക്ഷിക്കാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈൽസ് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും. അധികം സ്കിന്നൊന്നും ഷോ ചെയ്യാണ്ട് നിങ്ങൾക്ക് മോഡേൺ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും മോഡേൺ ആയിട്ട് നടക്കുക എന്ന് പറയുന്നത് സ്കിൻ ഷോയിങ്ങോ റിവീലിങ്ങോ ഒന്നുമല്ല. ജസ്റ്റ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു സ്റ്റൈൽ മാറ്റുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് എൻ്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണമെങ്കിൽ ഒത്തിരി സ്റ്റൈൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ ഫിറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്റ്റൈലും മാറ്റിയാൽ തന്നെ ഇല്ലേ നിങ്ങൾക്ക് ഒത്തിരി വ്യത്യാസം നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇവൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞില്ലേ, സ്കേർട്ടും ടോപ്പും ഇടുക എന്നുള്ള, സ്കേർട്ടും ടീഷർട്ടും അതുപോലെ തന്നെ ജീൻസും ഇങ്ങനത്തെ കുർത്താസൊക്കെ എന്നുള്ളത്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പയ്യെ ആൾക്കാർ നിങ്ങളെ കണ്ട് യൂസ്ഡ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെയും ചൂസ് ചെയ്യാവുന്നതാണ്. എല്ലാത്തിനും നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. നമ്മളെ തന്നെയാണ് നമ്മൾ അടിപൊളിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് മുഴുവൻ നമ്മളുടെ നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ കാണിക്കുക. എപ്പോഴും എല്ലാവരുടെയും മുന്നിലും നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും തല കുമ്പിട്ട് അതുപോലെ തന്നെ നാണം കുണിങ്ങോ നടക്കുകയാണെങ്കിൽ ആ ഡ്രസ്സിൻ്റെ തന്നെ ഭംഗി പോകും എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ തല സ്ട്രെയിറ്റ് ആക്കി വെച്ച് നമ്മൾ കണ്ണിൽ നോക്കി ഒരാളെ സംസാരിക്കുക, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുക. ഈവൻ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എങ്ങനെ കോൺഫിഡൻസ് ആകാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ അതും ചെയ്യാനായിട്ട് റെഡി ചെയ്യേണ്ട, താഴത്ത് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫ്രണ്ട്സ് പറയൂ കേട്ടോ, ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഞാൻ എപ്പോഴും എൻ്റെ തല എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും, എൻ്റെ കോൺഫിഡൻസ് എൻ്റെ കണ്ണിൽ കാണാൻ പറ്റും എന്നുള്ളത് പറയുന്നതാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളും നല്ല കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുക, അടിപൊളിയായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യുക, പിക്ചേഴ്സ് അയക്കുക. എന്ത് ഹെൽപ്പിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തതിനായിട്ട് ഞാൻ റെഡിയാണെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ മെസ്സേജൊക്കെ അയക്കുക. അതുപോലെ തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും
കാര്യം നല്ല അടിപൊളിയായിട്ട് നടക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ, കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് പറ്റട്ടെ. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോ കാണാം. ഇതുപോലൊരു വീഡിയോന് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാണ്ടിരിക്കുക. അത് നിങ്ങൾ എനിക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ അടിപൊളി വീഡിയോ കാണാം, ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ 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 ബൈ.